ചർച്ചാ വിഷയമായ ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. വാടേ വാടാ വാടാ, പേടിക്കണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ. വാ. എന്ത് ആസി? അവരകത്തുണ്ട്. ഇതവൻ്റെ സുഹൃത്തുക്കളാ. വാടാ. അല്ലേ എന്ത് പണിയാ ബോസ് കാണിച്ച? അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട് പോയായിരുന്നു. എടാ, ഇന്നലെ നമുക്ക് കള്ളൊഴിച്ച് തന്നില്ലേ? ആ തണ്ടി പോലീസാടാ. അതെന്റെ കസിനാ. കസിൻ തണ്ടി അമ്മാതിരി അടിയാണ് അടിച്ചത്. സത്യമായിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അറിയുന്ന ഞങ്ങൾ പറഞ്ഞു പോയേനെ. അതുകൊണ്ടാ ഇവരിവിടെ ഉണ്ടെന്ന് നിന്നോടൊന്നും ഞാൻ പറയായിരുന്നു. എടാ, മനഃപൂർവ്വം നിങ്ങളോട് പറയായിരുന്നല്ല, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. അച്ഛായ, എനിക്കെൻ്റെ വാപ്പാനും ഉമ്മാനും ഒന്ന് കണ്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഓരോ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എടാ, നിന്റെ വീടിന്റെ ഭാഗത്തോട്ട് ചെന്നാലേ അവിടെയൊക്കെ പോലീസായിരിക്കും. പോലീസുകാരെ കൊച്ചിനെ കൊണ്ടങ്ങ് പോകും, നിന്നെ പിടിച്ച് വഞ്ചിക്ക് വിടും. എടാ, വാപ്പ നിസ്കരിക്കാൻ വലിയ പള്ളിയിൽ പോകാറില്ലേ? നമുക്ക് അവിടെ വെച്ച് കണ്ടാ പോരെ? ആ, അത് കൊള്ളാം. അവിടെ വെച്ചാകുമ്പോൾ ആരും സംശയിക്കില്ല. അതാ നല്ലത്. വാ. സാർ വരുന്നുണ്ടല്ലോ. അങ്കിൾ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഹേബിയസ് കോർപ്പസിനുള്ള പേപ്പർ. അവൻ അവളെയും കൊണ്ട് എവിടെ പോയാലും പൊക്കാനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സന്തോഷമായിട്ട് ഈ ചായയും കുടിച്ചേ. അവന്റെ ആ കൂട്ടുകാർക്ക് കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്തായിരുന്നു. അവന്മാര് പോലും അറിയാണ്ട അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോഴേക്കും അവൾ ഇവിടെ ഉണ്ടാവും. ഡേവിസാ പറയുന്നത്. വാപ്പാ, എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. എനിക്ക് ഓളെയും കൊണ്ട് വരാൻ നമ്മളെ വീടല്ലാണ്ട് വേറെ സേഫായ സ്ഥലമില്ല. നമ്മളെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, ദീനിയായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളും ഉണ്ട്. അത് തെറ്റിക്കാൻ എനിക്കാവില്ല. ഇനി എനക്ക് അത് തന്നെ വേണം നിർബന്ധമാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും, ഓളൊരു മുസ്ലിം ആക്ക്, എന്നിട്ട് പുറയിൽ കൂട്ടിക്കൊണ്ടുപോവാ. ബാക്കി ബാക്കും കേൾക്കുക. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താടാ ഈ ലെഫ്റ്റ് എടുക്കും? ഈ ലെഫ്റ്റ് എടുക്കും, ഞാൻ പറയാം. ഈ കാര്യം പറയും. ഉണ്ടാക്കാൻ